നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ഒന്നാം പാദ മത്സരത്തിൽ നാളെ റയൽ മാഡ്രിഡും ബയേൺ മ്യൂണിക്കും തമ്മിൽ സാന്റിയാഗോ ബെർണബുവിൽ ഏറ്റുമുട്ടുകയാണ്. ഒരു കിടിലൻ പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കുന്ന കളിയാണ്. നിലവിലെ റയലിൻ്റെ ഫോം ആശങ്കാജനകമാണ്. അതേസമയം ബയേൺ മിന്നിക്കത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ റയലിൻ്റെ കോച്ചിനോട് ചോദിക്കുകയുണ്ടായി, ബയേണിനെ എങ്ങനെ നേരിടും, സാധിക്കുമോ വിജയിക്കാൻ? അദ്ദേഹത്തിൻ്റെ മറുപടി, തീർച്ചയായിട്ടും ബയേൺ ഇപ്പോൾ ഒരു എക്സെപ്ഷണൽ സീസണാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കറിയാം കളിക്കളത്തിൽ എന്ത് ഡിമാൻഡാണ് അവർ മുന്നോട്ട് വെക്കാൻ പോകുന്നത് എന്ന്. പക്ഷേ ബയേണിനെതിരെയുള്ള ഞങ്ങളുടെ ചരിത്രം അത് ഓൾവേസ് സ്പെഷ്യലാണ്. ബെർണാബ്യു തീർച്ചയായിട്ടും മറ്റൊരു മാസ്മരികമായിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് നൈറ്റ് കാണാൻ പോവുകയാണ്. പിന്നെ വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ കൃത്യമായിട്ട് വരണം. കളിയുടെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഓൾ ഫേസസ് ഓഫ് ദി ഗെയിമിൽ പല കാര്യങ്ങൾ റൈറ്റായിട്ട് സംഭവിക്കണം. അപ്പോഴാണ് വിജയിക്കുക. ഒരു ഗ്രേറ്റ് ടീം ആകണമെങ്കിൽ തീർച്ചയായിട്ടും വളരെ മികച്ച രൂപത്തിൽ ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. ഒരു കളക്റ്റീവ് മെൻറ്റാലിറ്റിയിൽ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. തീർച്ചയായിട്ടും ഇപ്പോൾ പ്ലെയേഴ്സ് ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്നതും ഞാൻ ഫോക്കസ് ചെയ്യുന്നതൊക്കെ അതിൽ തന്നെയാണ്. വി ഹാവ് ദി ബെസ്റ്റ് പ്ലെയേഴ്സ്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ടീം, ലോകത്തിലെ ബെസ്റ്റ് ടീമും നമുക്കുണ്ട്, ബെസ്റ്റ് പ്ലെയേഴ്സുമുണ്ട്. ആ ടാലൻറ്റിനെ ടീമിൻ്റെ സർവീസിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക, അതാണ് ചെയ്യാനുള്ളത്. ജയിക്കാൻ വേണ്ടി അതാണ് ചെയ്യേണ്ടത് എന്നാണിപ്പോൾ വളരെ കൃത്യമായിട്ട് കോച്ച് പറയുന്നത്. ഏതായാലും രണ്ട് ടീമുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതാണ്. 2012 മുതൽ ഇങ്ങോട്ടുള്ള കാര്യമൊന്നും എടുത്ത് നോക്കിയാൽ മതി. ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ സ്റ്റേജിൽ റയൽ മാഡ്രിഡും ബയേൺ മ്യൂണിക്കും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത്. 2-1 വിജയം റയൽ വിജയിച്ചത്. 2012 പെനാൽറ്റീസിലേക്ക് കളി പോയിട്ടുണ്ടായിരുന്നു. 2014 1-0 റയൽ വിജയിച്ചത്. 2017 4-2 റയൽ വിജയിച്ചത്. 2018 2-2 സമനില. അതുപോലെ തന്നെ 2024 ഏറ്റുമുട്ടിയപ്പോൾ 2-1 ബയേൺ വിജയിച്ചത്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള പോരാട്ടങ്ങളുണ്ട്. ഓൾവേസ് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് റയൽ മാഡ്രിഡിന്. അതുതന്നെയാണ് ആരാധകർ ഈ കളിയിലും പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും ചാമ്പ്യൻസ് ലീഗ് നൈറ്റ് ആവുമ്പോൾ റയലിൻ്റെ ലെവൽ വേറെയാകും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇടുക.